എന്തും അവസാനിപ്പിക്കുക എന്നുള്ളത് വളരെ എളുപ്പം പറ്റുന്ന ഒരു കാര്യമാണ്. സോറി, എന്താ പറയുക, നമുക്ക് എന്തിനാണല്ലോ ഇത്രയും ഫിലോസഫിയും കാര്യങ്ങളൊക്കെ. ഓക്കെ, നാച്ചുറലായിട്ട് പറയാം. യെസ്, റെഡി, ഓക്കെ. ഹായ്, ഹലോ, എല്ലാവർക്കും നമസ്കാരമുണ്ട്. സ്റ്റോറീസ് വിത്ത് അക്ഷയിൽ കൂടെയുള്ള അക്ഷയ് പ്രകാശാണ്. എല്ലാവരും സുഖമായിട്ടൊക്കെ ഇരിക്കുകയാണെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ ഇന്ന് നമ്മൾ സംസാരിക്കാനായിട്ട് പോകുന്നത്, യെസ്, ടൈറ്റിൽ കണ്ട പോലെ, ബിഫോർ എൻഡിങ് എ റിലേഷൻഷിപ്പ്. യെസ്, ബിഫോർ എൻഡിങ് എ റിലേഷൻഷിപ്പ്. യൂഷ്വൽ തോട്ട്സും സ്റ്റോറീസ് ആയിക്കൊണ്ട് ഇറങ്ങിയേക്കാണെന്ന് വിചാരിക്കുന്നുണ്ടാവല്ലേ. ഏറെക്കുറെ അത് തന്നെയാണ് ഉദ്ദേശം എന്നുള്ളത്. പക്ഷേ ഇതൊക്കെ എനിക്ക് തോന്നിയിട്ടില്ല, എനിക്ക് വർക്കാവും തോന്നിയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ഞാൻ പറയുന്നേക്കുന്നത്. അല്ലാതെ എന്താണ് ഗൂഗിൾ ചെയ്താൽ നോക്കിയിട്ടുന്ന കുറേ കാര്യങ്ങൾ മാത്രമല്ല. യെസ്, ബിഫോർ എൻഡിങ് എ റിലേഷൻഷിപ്പ്. ഇത് കേൾക്കാൻ വന്നിരിക്കുന്ന ആൾക്കാരിൽ ഒരു 60 to 70% ആൾക്കാരും ഈ ഒരു ഡിസിഷൻ എടുക്കാനായിട്ട് വേണോ വേണ്ടയോ എന്നുള്ള ആ ഒരു കൺഫ്യൂഷനിൽ വന്ന് നിൽക്കുന്ന ആൾക്കാരായിരിക്കും അല്ലേ. യെസ്, അവരോട് തന്നെയാണ് എൻ്റെ ആദ്യത്തെ ചോദ്യം എന്നുള്ളത്. ഹായ്, ഒരു പരിചയപ്പെടലൊക്കെ ആവാലോ അല്ലേ. എന്താണ് ഇപ്പോൾ ഒരു റിലേഷൻഷിപ്പൊക്കെ എൻഡ് ചെയ്യാനായിട്ട് തോന്നാനൊക്കെ കാരണം എന്നുള്ളത് പെട്ടെന്ന് ചോദിക്കുമ്പോൾ ഒരു പ്രോപ്പറായിട്ടുള്ള ആൻസർ ഒന്നും ഉണ്ടാവണമെന്നില്ല. മേ ബി നിങ്ങളുടെ റിലേഷൻഷിപ്പിനകത്തുള്ള ഒരു ബാലൻസ് ഇല്ലായ്മ, അല്ലെങ്കിൽ ബാലൻസ് നഷ്ടപ്പെട്ടു പോയതുകൊണ്ടാവാം, ട്രസ്റ്റ് ഇഷ്യൂസ് ആവാം, കോമ്പാറ്റബിൾ അല്ലാന്ന് തോന്നിയതുകൊണ്ടാവാം. ഓക്കെ, ഫൈൻ, അതിലേക്കൊക്കെ വരാം. ഏകദേശം എത്ര ഡേയ്സായി അല്ലെങ്കിൽ എത്ര മന്ത്സായി ഈ ഒരു തോട്ട്സൊക്കെ കയറി വന്നിട്ട്? ഒരു ഡോക്ടറിനെ പോലെയൊക്കെ ഫീൽ ചെയ്യുന്നുണ്ടാവും അല്ലേ. പോട്ടെ, നിങ്ങൾ പറയും, എപ്പോഴാണ് ഈ ഒരു തോട്ട്സൊക്കെ കയറി വന്നത്? എനിക്കിത് സെറ്റാവാൻ തോന്നില്ല, അല്ലെങ്കിൽ അല്ലെങ്കിൽ അവനെ എനിക്കൊന്ന് മടുപ്പ് തോന്നി തുടങ്ങിയെന്നോ, അല്ലെങ്കിൽ ഒന്നും ഓക്കെ ആവുന്നില്ല എന്നുള്ള തോട്ട്സൊക്കെ കയറി വരാൻ തുടങ്ങിയിട്ട് എത്രയായി? ഓക്കെ, ഫൈൻ, വാട്ട് എവർ ഇറ്റ് ഈസ്, ലെറ്റ്സ് ലുക്ക് ബാക്ക് ടു ഫസ്റ്റ് ഡേയ്സ്. നിങ്ങളുടെ റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്ത ആദ്യത്തെ കുറച്ച് ദിവസങ്ങൾ ഓർമ്മയുണ്ടോ? അല്ലെങ്കിൽ ഫസ്റ്റ് ഡേ, ദ ഡേ യു മെറ്റ് ദം. എന്താ പറയുക, മേ ബി ഒരു ക്ലാസ് ഇൻ്റർവൽ ടൈം, ഒരു എക്സാമ്പിൾ പറയാം കേട്ടോ. ഒരു ക്ലാസ് ഇൻ്റർവൽ ടൈം, ഒരു മഴയൊക്കെയുള്ള ഒരു ദിവസം, നിങ്ങളുടെ കൂട്ടുകാരുടെ കൂടെ ഒരാളുടെ ഇങ്ങനെ ഇരുന്നിട്ട് സ്വറ പറഞ്ഞിരിക്കുകയാണ്. പെട്ടെന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ ഒരാളത് മഴയത്ത് ഇങ്ങനെ ഓടി വരികയാണ് എന്നുള്ളത്. അവളുടെ ആ നനഞ്ഞ മുടിയും അതിലൂടെ ഇറ്റിറ്റ് വീഴുന്ന മഴത്തുള്ളികളും, എന്താ പറയുക, മറ്റേ പാട്ട് ഓർമ്മ പറഞ്ഞിട്ടുണ്ടാവില്ലേ, മഴത്തുള്ളികൾ പൊഴിഞ്ഞിടുമീ നാടൻ വഴി, നനഞ്ഞോടിയൻ കുടക്കീഴിൽ നീ വന്ന നാൾ കാറ്റാലയൻ. ആ ഒരു പാട്ടൊക്കെ ഇങ്ങനെ ഓർമ്മ വരുന്നുണ്ടാവില്ലേ. എനിക്ക് ലിറിക്സ് കറക്റ്റ് അറിയത്തില്ല, അതുകൊണ്ട് തന്നെ അധികം ഓവറാക്കി ചളവാക്കുന്നില്ല. എനിക്ക് സിറ്റുവേഷന് മാച്ചാണല്ലോ അത് എന്നുള്ളത്. യെസ്, അങ്ങനെ ഒരു ഫേസ്റ്റ് മീറ്റ്, അല്ലെങ്കിൽ ഓഫീസിൽ ന്യൂ ജോയിൻ ആയിട്ട് വരുന്ന ഒരാൾ സ്പോർട്സ് ഡേക്ക് വെച്ച് കണ്ട പയ്യൻ. ഇതൊന്നും ഞാൻ ഇങ്ങനെ തന്നെ ആവണം എന്ന് പറയുന്നതല്ല. അല്ലാതെ തന്നെ ഒരുപാട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരുപാട് മീറ്റിങ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. ഞാൻ ജസ്റ്റ് നമ്മുടെ ഫിലിംസിൽ അല്ലെങ്കിൽ സ്റ്റോറീസിലൊക്കെ കണ്ടിട്ടുള്ള അല്ലെങ്കിൽ വായിച്ചറിഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ഞാൻ പറയണേ. അങ്ങനെ നിങ്ങൾ അവരെ ആദ്യമായിട്ട് കാണുകയാണ്. ചെറിയ എന്തോറും സ്പാർക്ക് അടിച്ചു ഫേസ്റ്റ് മീറ്റിൽ, ചെറുതായിട്ടുണ്ടാവുമല്ലേ. ഓക്കെ, ആദ്യമായിട്ട് അവരോട് സംസാരിച്ച കാര്യം ഓർമ്മയുണ്ടോ? കുറച്ച് ഡ്രമാറ്റിക് ആണല്ലേ, എനിക്കറിയാം. എന്താ പറയുക, അവരുടെ അടുത്ത് പോകുമ്പോഴൊക്കെ നിങ്ങളുടെ നെഞ്ചിങ്ങനെ പടപടാന്ന് ഇടിക്കുന്നുണ്ടാവും, മുട്ടിടിക്കുന്നുണ്ടാവും. ആൻഡ് യെസ്, ആദ്യത്തെ ഹായ് കൂട്ടുകാരുടെ അടുത്ത് നിന്ന് അവർ ഒറ്റയ്ക്ക് നിങ്ങളുടെ അടുത്തേക്ക് വിളിച്ചപ്പോഴും ആ ഗ്രീറ്റിങ്സും ഹായ് പറയാനായിട്ട് ഹായിലേക്ക് എത്താനായിട്ട് ഇതുവരെ ഇല്ലാത്തൊരു വിക്കൊക്കെ ആ ഒരു ടൈമിൽ കയറി വരുന്നു എന്നുള്ളത്. അവസാനം എവിടുന്നോ കിട്ടിയ ഒരു ധൈര്യത്തിൽ നിങ്ങളുടെ ഇഷ്ടം അങ്ങോട്ട് തുറന്നു പറയുന്നു എന്നുള്ളത്. ചിലപ്പോൾ സെയിം ടൈം തന്നെ അവരുടെ ആ ഒരു പോസിറ്റീവ് റെസ്പോൺസ് വന്നതും, അല്ലെങ്കിൽ ചിലപ്പോൾ കുറച്ച് ദിവസം എടുത്തിട്ടാണെങ്കിലും ആ ഒരു യെസ് കിട്ടിയതും ഒക്കെ. സത്യം പറഞ്ഞാൽ ആ ഒരു പ്രൊപ്പോസൽ വരെയാണ് ഏറ്റവും വലിയ സ്ട്രഗിൾ എന്നുള്ളതാണ്. അതിനുശേഷം സ്ട്രഗിൾസ് ഒന്നും ഇല്ല എന്നുള്ളതല്ല, അതിനുശേഷം അവരുടെ റെസ്പോൺസ് എന്തായിരിക്കും എന്നറിയാനുള്ള ഒരു ക്യൂരിയോസിറ്റി ആണല്ലോ, അല്ലെങ്കിൽ ആ ഒരു ടെൻഷനൊക്കെ ആണല്ലോ. സത്യം പറഞ്ഞാൽ ആ ഒരു ഫസ്റ്റ് ടോക്കിന് ശേഷം നിങ്ങൾ വീണ്ടും അവരോട് സംസാരിക്കാനായിട്ട് ഒരു ഈസിനെസ് ഫീൽ ചെയ്യാറുണ്ടല്ലേ. മേ ബി അത് അവരുടെ ഭാഗത്തു നിന്നുള്ള ഒരു പോസിറ്റീവ് റെസ്പോൺസ് കൊണ്ടാവാം. യെസ്, പിന്നെയുള്ള സ്ത്രീകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു റെസ്പോൺസ് എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ളതാണല്ലോ, ആ ഒരു ടെൻഷനാണല്ലോ. ചിലപ്പോഴൊക്കെ അവരുടെ ഭാഗത്തുനിന്നുള്ള ആ ഒരു പോസിറ്റീവ് ജസ്റ്റേഴ്സൊക്കെയാണ് അവർക്ക് നമ്മളെ ഇഷ്ടമാണെന്നുള്ള കാര്യം നമ്മളെ മനസ്സിലാക്കി തരാനായിട്ട് യൂസ് ചെയ്യുന്നതെന്നുള്ളത്. ആൻഡ് ആ ഒരു ദിവസം അവർ നിങ്ങളുടെ അടുത്ത് യെസ് പറഞ്ഞവരുടെ, അല്ലെങ്കിൽ തലേ ദിവസം ഇങ്ങനെ പറയും, നിന്നോട് ഒരു കാര്യം പറയാണ്ട് നാളെ ഇവിടെ വെച്ച് മീറ്റ് ചെയ്യാമോ എന്നൊക്കെ ചോദിച്ചിട്ട് ഒരു മെസ്സേജ് വരുന്നു, അല്ലെങ്കിൽ ഒരു കോൾ വരുന്നു എന്നുള്ളത്. ടെൻഷനൊക്കെ ടെൻഷനും ക്യൂരിയോസിറ്റിയും എല്ലാം അതിനൊരു പീക്കിലായിരിക്കും അല്ലേ. അവൾ എന്തിനാവും വിളിക്കണേ? യെസ് പറയൂ. ഈ ഫ്രണ്ട്ഷിപ്പൊക്കെ മൊത്തത്തിൽ അവസാനം ഇല്ലാണ്ടാവുമോ? ഇങ്ങനെ ഒരുപാട് ടെൻഷനാണ് എന്നുള്ളത്. അങ്ങനെ നേരെ അവർ മീറ്റ് ചെയ്യാനായിട്ട് പോവുകയാണ്. കുറച്ച് ടെൻഷൻ അടുപ്പിച്ചിട്ടാണെങ്കിലും കുറച്ച് ഡ്രാമ കളിച്ചിട്ടാണെങ്കിലും അവർ ആ കാര്യം നിങ്ങളോട് തുറന്നു പറയുന്നു എന്നുള്ളത്. എനിക്കും ഇഷ്ടമാണ്, കല്യാണം കഴിക്കാൻ താല്പര്യമുണ്ട്. മറ്റേ ചളിയാണ് നമ്മുടെ സലീം കുമാർ പറഞ്ഞ ആ ഒരു ഡയലോഗാണ് ഓർമ്മ വരണേ.
സത്യം പറഞ്ഞാൽ ആ ഒരു മൊമെൻറ്റ് അത്രയും ബ്യൂട്ടിഫുൾ ആണല്ലേ, അവർ യെസ് പറഞ്ഞ ആ ഒരു മൊമെൻറ്റ് എന്നുള്ളത്. ആ സമയത്ത് നിങ്ങളുടെ മുഖത്ത് വരുന്ന ആ ഒരു ചിരി നിങ്ങളുടെ കണ്ണുകളേക്ക് നിറഞ്ഞിട്ടുണ്ടാവും എന്നാണ്. പിന്നെ അവരോട് കൂടെ സ്പെൻഡ് ചെയ്ത ഓരോ ദിവസങ്ങളും ഓരോ യാത്രകളും എല്ലാം എന്താണ് നിങ്ങളെ അവരോട് കൂടെ കൂടുതൽ അറ്റാച്ച്ഡ് ആക്കുന്നു എന്നുള്ളത്. ക്ലാസ് കെട്ടി സിനിമയ്ക്ക് പോയപ്പോഴും പാർക്കിലും മറ്റുമായിട്ട് കറങ്ങി നടന്നപ്പോഴും നിങ്ങളെ അത്രയും എൻജോയ് ചെയ്യാമായിരുന്നു എന്നുള്ളത്. പക്ഷേ എന്നിട്ടും എപ്പോഴോ എവിടെയോ എന്തോ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് വർക്കൗട്ട് ആവുന്നില്ല എന്നുള്ളൊരു തോന്നൽ. ചിലപ്പോൾ ഒക്കെ അതിന് പിന്നിൽ കുറേ ഈഗോ ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ആവും. യെസ്, ഈഗോ. ലെറ്റ്സ് ടോക്ക് അബൌട്ട് ഈഗോ. എന്ത് ടൈപ്പ് റിലേഷൻഷിപ്പ് ആവട്ടെ എല്ലാത്തിനെയും പെട്ടെന്ന് ഇല്ലാണ്ടാക്കാൻ കെൽപ്പുള്ള ഒരു കാര്യമാണ് ഈഗോ എന്ന് പറയുന്നത്. നല്ലപോലെ പോയിക്കൊണ്ടിരിക്കുന്ന പല റിലേഷൻഷിപ്പും ഇല്ലാണ്ടായത് ഈ ഒരൊറ്റ കാര്യം കൊണ്ടാണ്. എൻ്റെ പാർട്ണർ എന്നെക്കാളും ബെറ്റർ പൊസിഷനിൽ എത്തിയപ്പോൾ, ബെറ്റർ സാലറി കിട്ടിയപ്പോൾ പല കാര്യങ്ങളും അവൾ ബെറ്ററായി, ഞാൻ ഡൗൺ ആയിപ്പോയി എന്നുള്ള ഒരു തോട്ട്സ്, അവരെ ഇനി വളരാൻ അനുവദിക്കാൻ പറ്റില്ല എന്നുള്ള ഒരു തോട്ട്, കുറച്ച് കാലം അവരെ റെസ്പെക്റ്റ് ചെയ്യാണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ അവരെ ഹേർട്ട് ചെയ്യപ്പെടുന്ന ഉറപ്പുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അറിഞ്ഞുകൊണ്ട് തന്നെ ചെയ്തുകൊണ്ടേ നിൽക്കുന്നു എന്നുള്ളത്. മെല്ലെ അവരെ അങ്ങോട്ട് അവോയ്ഡ് ചെയ്യാനായിട്ട് ചെയ്യുന്ന കുറേ ശ്രമങ്ങൾ എന്നുള്ളത്. അവരുടെ ആ ഒരു അച്ചീവ്മെൻറ്റിൽ നമ്മൾ ഭയങ്കര ഫ്രസ്ട്രേറ്റഡ് ആവുന്നു, അല്ലെങ്കിൽ ഇവിടെ വലിയ ആളാണെന്ന് നാട്ടുകാർ പറയും, ഇവനെ കൊണ്ടൊന്നും കൊള്ളത്തില്ലല്ലോ എന്നുള്ള നാട്ടുകാരുടെ സംസാരങ്ങളൊക്കെ അതൊക്കെ വരില്ല എന്നുള്ള ഇവൻ്റെ തോട്ട്സൊക്കെ ആണെന്നുള്ളത്. തൻ്റെ പാർട്ട്ണറിൻ്റെ അച്ചീവ്മെൻറ്റിൽ അത്രമാത്രം സന്തോഷിക്കേണ്ട, അത്രമാത്രം പ്രൗഡ് ആവേണ്ട ഒരാളാണ് ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന് ഓർക്കണം. പ്ലീസ് ഡോണ്ട് ഡു ദിസ്. ആ ഒരു റിലേഷൻഷിപ്പ് ഇത്രയും നിലയ്ക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് നിങ്ങൾ ഒരുപാട് ടൈം എടുത്തിട്ടുണ്ട്, ഒരുപാട് എഫേർട്സ് എടുത്തിട്ടുണ്ട്, ഇയേഴ്സ് കഴിഞ്ഞിട്ടുണ്ടാവും. ഇത്രയും നല്ലൊരു ബോണ്ട് നിങ്ങളുടെ ഇടയിൽ ഉണ്ടാക്കാനായിട്ട്. അവർ ഓരോ കാര്യങ്ങളും മനസ്സിലാക്കി അവരുമായിട്ട് ഒരുപാട് ടൈം സ്പെൻഡ് ചെയ്ത് അങ്ങനെ ബിൽഡ് ചെയ്ത് ആ ഒരു റിലേഷൻഷിപ്പ് ജസ്റ്റ് ഒരു പൊട്ട ഈയോയുടെ പേരിൽ ഇല്ലാണ്ടാക്കേണ്ട ആവശ്യം എന്താണ്? ടേക്ക് ടൈം, ടോക്ക് ടു ദം. എനിക്ക് നീ ഒരു നല്ല പൊസിഷനിൽ എത്തുന്നില്ല, എനിക്ക് നല്ല ആഗ്രഹമുണ്ട്, പക്ഷേ എന്നെക്കൊണ്ടൊന്നും കൊള്ളാണ്ടാവോ, അല്ലെങ്കിൽ അങ്ങനെയല്ല നാട്ടുകാരും അറിയാമെന്നൊക്കെ അല്ല തോട്ട്സൊക്കെയാണ് എനിക്ക് കയറി വരുന്നതെന്നുള്ളത്. അത് ഡയറക്റ്റായിട്ട് അവളോട് പറയാമെന്നുള്ളത്, സ്ട്രെയിറ്റ് ആയിട്ട് അവളോട് സംസാരിക്കുക എന്നുള്ളത്. ഇഫ് യു ഡു ഇറ്റ് യു വിൽ ഫൈൻഡ് എ സൊല്യൂഷൻ എന്നുള്ളതാണ്. അവളുമായിട്ടുള്ള ആ ഒരു ടോക്കിൽ യു വിൽ ബി ഫൈൻ, യു വിൽ അണ്ടർസ്റ്റാൻഡ് ഹൗ മച്ച് ദ മീൻസ് ടു യു എന്നുള്ളത്. ഷി മൈറ്റ് ബി ഹാപ്പി ദാറ്റ് യു ടോക്ക് ടു ഹർ. സത്യം പറഞ്ഞാൽ അവർ നിങ്ങളെ ഓർത്താവും പ്രൗഡാവണേ എന്നുള്ളതാണ്. നിങ്ങൾ അവർക്ക് കൊടുത്ത ആ ഒരു സ്പേസ്, ആ ഒരു സപ്പോർട്ട് ഉണ്ടല്ലോ, നിങ്ങൾ ഇത്രയും നൈസ് ആയതുകൊണ്ടല്ലേ അവരുടെ ഡ്രീംസൊക്കെ ഇങ്ങനെ ഫോളോ ചെയ്യുന്നത്, അവരിങ്ങനെ ഗ്രോ ചെയ്യുന്നത്. സോ ദേ വിൽ ബി ഗ്രേറ്റ്ഫുൾ ടു യു. അപ്പോൾ ചുമ്മാ ഒരു റിലേഷൻഷിപ്പ് വെറുതെ ഇല്ലാണ്ടാക്കണോ? ഇത്രയും കാലത്തെ എഫേർട്സും ടൈമും ഒക്കെ ഈഗോയുടെ പേരിൽ ഇല്ലാണ്ടാക്കണോ? ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഡു യു റിയലി വാണ്ട് ടു ലോസ് ദിസ് പേഴ്സൺ ഹു വാസ് ദെയർ ഫോർ യു ഫോർ എവറിത്തിങ്? നിങ്ങളുടെ കൂടെ ഓരോ സ്റ്റേജിലും കൂടെ ഉണ്ടായിരുന്ന, ഓരോ തവണ വീഴാൻ പോയപ്പോഴും ഒരു കൈ തന്ന് സഹായിച്ച അയാളെ വെറുതെ മിസ്സാക്കേണ്ടതുണ്ടോ? ഇത് മൊത്തത്തിലങ്ങ് പോസിറ്റീവായിട്ട് മൊത്തത്തിലൊരു നന്മവരം കളിക്കാനുള്ള ഉദ്ദേശത്തിലല്ല ഞാൻ പറഞ്ഞത്. പക്ഷേ ചുമ്മാ ഒരു ഈഗോയുടെ പേരിൽ ഒരു പ്രോപ്പർ റീസൺ ഇല്ലാതെ ഒരു റിലേഷൻഷിപ്പിൽ ഇല്ലാണ്ടാക്കേണ്ടതുണ്ടോ? രണ്ടുപേരും ഒന്നിരുന്ന് ആലോചിച്ച് നോക്കിയാൽ അത്രയ്ക്ക് വർത്ത്ലെസ് ആണോ ഈ ഒരു റിലേഷൻഷിപ്പ്? എവിടേക്കാണ് ഇതൊരു വർക്കൗട്ട് ആവില്ല എന്ന് തോന്നി? ജസ്റ്റ് ടോക്ക് ടു ദം ഓപ്പൺലി. ഈഗോയും കാര്യങ്ങളൊക്കെ വീട്ടിൽ വെച്ചിട്ട് പോകും. ഒരു ഓപ്പൺ ടോക്ക്. നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് ചെയ്ത ഓരോ കാര്യങ്ങളും സംസാരങ്ങളും എല്ലാം, ഓൾ ദ ടീയേഴ്സ്, ഹാപ്പിനെസ്, ജോയ്, ഐ എം ഷുവർ ദിസ് വിൽ മേക്ക് യു റീതിങ്ക്, ദിസ് വിൽ മേക്ക് യു ഹാപ്പി അഗെയിൻ. തിങ്ക് അബൌട്ട് ദ ഡേയ്സ് ദാറ്റ് യു വൈപ്ഡ് ഈച്ച് അതേഴ്സ് ടീയേഴ്സ്. ആ ഒരു മൊമെൻറ്റ് തനിക്ക് ഞാനുണ്ട് എന്നുള്ള ആ ഒരു തോട്ട്സൊക്കെ വന്ന ആ ഒരു മൊമെൻറ്റ്, ഇറ്റ്സ് അമേസിങ്. ഡോണ്ട് വേസ്റ്റ് ദിസ്. ഇനി ഈ ഒരു നന്മ ടോക്സിൽ നിന്നും ഒരു ഷിഫ്റ്റാണ് കേട്ടോ. നന്മ എന്നല്ല, നമ്മൾക്കിടയിൽ എല്ലാവരും ഒരുപോലെയല്ലല്ലോ, ഓരോ ആൾക്കാർക്കും ഓരോ മെൻറ്റാലിറ്റി ആണല്ലോ. അപ്പോൾ ഇറ്റ് ഡിപ്പെൻഡ്സ് അല്ലേ. അപ്പോൾ ഇതുവരെയുള്ള കാര്യങ്ങളൊക്കെ വായിച്ച് കളഞ്ഞേക്കില്ല. ലെറ്റ്സ് ടോക്ക് അബൌട്ട് ദ ടോക്സിക് സൈഡ്. നിങ്ങളെ ഇമോഷണലി അബ്സോർവ് ചെയ്യുന്ന, റിലേഷൻഷിപ്പിൻ്റെ ഏർലി ഡേയ്സിൽ ഭയങ്കര നൈസായിട്ട് ആക്ട് ചെയ്ത് എന്നാൽ കുറച്ച് കഴിഞ്ഞപ്പോഴേക്ക് അവരുടെ സ്വന്തം സ്വഭാവം പുറത്തു വന്ന അതൊട്ട് സഹിക്കാൻ പറ്റാത്ത അവസ്ഥ എന്നുള്ളത്. ഇറ്റ്സ് റിയലി ഹാർഡ്. ഐ നോ ദാറ്റ് വെരി വെൽ. എനിക്കറിയാൻ പാടില്ലാത്ത കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ ആക്ട് ചെയ്തതെന്നുള്ളതാണ്. നിങ്ങളുടെ ട്രൂ സെൽഫ് അവരുടെ അടുത്ത് കാണിച്ചുകൂടെ? അതിൽ കംഫർട്ടബിൾ ആയിട്ടുള്ള, അതിൽ ഹാപ്പി ആയിട്ടുള്ള ഒരാൾ നിങ്ങളുടെ കൂടെ ഉണ്ടാവുന്നതല്ലേ ബെറ്റർ എന്നുള്ളത്. ബ്ലഡി ടോക്സിക് പീപ്പിൾ അല്ലേ. അത്തരം ഒരു റിലേഷൻഷിപ്പ് ആണെന്നുണ്ടെങ്കിൽ ഇറ്റ്സ് ഓൾവേസ് ബെറ്റർ ടു ബ്രേക്കപ്പ്. സോ യെസ്, ഇത്രയൊക്കെയാണ് ഇന്ന് മെയിനായിട്ട് പറയാനുള്ളത് എന്നുള്ളത്. നിങ്ങൾ ഇത്തരം ഒരു കൺഫ്യൂഷൻ സ്റ്റേജിലാണെന്നുണ്ടെങ്കിൽ ഇത് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുമെന്ന് വിചാരിക്കുകയാണ്. ഒരു നല്ല ഡിസിഷൻ എടുക്കാനായിട്ട് എല്ലാവർക്കും പറ്റട്ടെ, ഒരു നല്ല റിലേഷൻഷിപ്പ് ഉണ്ടാക്കാനായിട്ട് എല്ലാവർക്കും പറ്റട്ടെ. കേട്ടുകൊണ്ടിരിക്കുന്ന സ്റ്റോറീസ് വിത്ത് അക്ഷയാണ് കൂടുതൽ, അക്ഷയ് പ്രകാശാണ്. അപ്പോൾ പുതിയൊരു എപ്പിസോഡിൽ പുതിയ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് അടുത്ത ആഴ്ച വീണ്ടും കാണാം. ടാറ്റാ, ബൈ.